ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. മഴയ്ക്ക് ശേഷം നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഗാർഡൻ മേക്ക് ഓവറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ സെയിലിന് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും, അതുപോലെ നമ്മളെ ടാബ്ലറ്റിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു എൻക്വയറി വന്നിട്ടുള്ളൊരു സംഭവമാണ്. അതെങ്ങനെ യൂസ് ചെയ്യാം അതിനെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാറ്റ്സ് ക്ലോ ക്രീപ്പർ വിരിഞ്ഞിട്ട് എല്ലാ പൂക്കളും ഒക്കെ വിരിഞ്ഞ് ഫുള്ള് സെറ്റായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. നിറച്ച് പൂക്കളാണ് ഇപ്പോൾ കാറ്റ്സ് ക്ലോ ക്രീപ്പറുമ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവുമ്പോൾ വർഷത്തിൽ ഒരു തവണയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കാണാതെ നിറച്ച് മഞ്ഞ പുതപ്പ് വിരിച്ച പോലെ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ മഴ വന്നതോടുകൂടി ഇത് പെട്ടെന്ന് ഡാമേജായി പോയി. ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ ലൈഫ്. പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് കണ്ടില്ലേ, നല്ല ഹെവി മഴയായിരുന്നു നമുക്കിവിടെ 2 ദിവസമായിട്ട് കിട്ടിയിരുന്നത്. അതുപോലെ ഞാൻ അറിയാതെ ആണെങ്കിൽ ഗ്രാസൊക്കെ കട്ട് ചെയ്ത് നിർത്തി. അപ്പോൾ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ, ഗ്രാസിൻ്റെ ഒരു ഭാഗം. അപ്പോൾ പെട്ടെന്നാണ് ഇതിൻ്റെ പൂക്കൾ മുട്ട് വീഴ്ഞ്ഞതും പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ ചെയ്തത് കാറ്റ്സ് ക്ലോ ക്രീപ്പറിൻ്റെ. അപ്പോൾ ഈ മഴയ്ക്ക് ശേഷം നമ്മളുടെ ഗാർഡനിൽ മൊത്തം ആകെ കച്ചറൊക്കെ വീണ്, ഈ കാറ്റ്സ് ക്ലോൻ്റെ ഒക്കെ കച്ചറൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതുപോലെ മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചോ കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നല്ല നോട്ടിഫിക്കേഷനായിട്ട് നല്ല വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല കമൻറ്റ്സ് നിങ്ങളിടുക. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. എല്ലാ മന്തിലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയത് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ്, പാലക്കാട് ഉള്ളതാണ്. അപ്പോൾ അവനാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. പെരുന്നാൾക്ക് ശേഷം അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലാൻസ് വേണ്ടവർ, ഞാനിപ്പോൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാട്സപ്പ് ചെയ്യുക, മാക്സിമം വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ കാറ്റലോഗ് ഇട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് ചെയ്യുക. ഞാൻ എല്ലാ തവണയും പറയുന്നതാണ് ഒന്നും കൂടി മെസ്സേജ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കമൻറ്റിൽ വന്നിട്ട് ആരും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമ്മൾ കാണാതെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സുന്ദരികളൊക്കെ മഴ കൊണ്ട സന്തോഷത്തിൽ നല്ല വെള്ളത്തിൽ കുളിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഭംഗി കണ്ടില്ലേ. ഇങ്ങനെ കൈകൊണ്ടൊക്കെ തട്ടുമ്പോൾ അവരിങ്ങനെ തെറിച്ച് പോകണം കണ്ടില്ലേ. ഇത് നമ്മുടെ ഇതിലൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ നിറച്ച് ഇലകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ ചെടികളൊക്കെ ആകെ ഒന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതുപോലെ മഴ പെയ്തിട്ട് പെറ്റൽസൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുന്ന പോലെ ആയിട്ട് നിൽക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് കഴിഞ്ഞ് വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വെയിൽ വന്നാൽ ശരിയാവും കേട്ടോ. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അടുത്തത് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്ന, അതുപോലെ നല്ല എൻക്വയറി വന്ന ഒരു ടാബ്ലറ്റാണിത്. ഈ ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് റൂബി റെഡ്, അതായത് റൂബി റെഡ് ഫുള്ളും പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മെഡിസിൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നന്നായിട്ട് പൊടിച്ചിൽ വന്ന് നിറച്ച് പൂക്കളുണ്ടായിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിന് അയച്ചു കൊടുക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ്, പാരാമ്പറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്ന പ്ലാന്റ്സ് ആണിത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നത്. നല്ല സേഫായിട്ടാണ് നിങ്ങളെ കയ്യിൽ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഓൾ കേരള അവൈലബിൾ ആണ്. പോട്ട്സ് ഇങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ട്രൈ ഉണ്ടായിരിക്കും, അതുപോലത്തെ ഒരു ചെയിൻ ഉണ്ടായിരിക്കും. 33 ആണ് സൈസ് വരുന്നത്. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബ്ലൂമിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് DTDC ഓൾ കേരള, നമ്മൾ ഈ വണ്ടി പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും, ഉള്ളേരിയയിലേക്കൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ DTDC മതി എന്നുണ്ടെങ്കിൽ DTDCയിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. DTDCയിൽ അയക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ പോട്ടിലേക്ക് ആക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്തിട്ട്, മെഡിസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ചെടികൾക്ക് കാണുന്നത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ മെഡിസിൻ. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 8 ഇഞ്ച് പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുക. 20 ദിവസം കൂടുമ്പോഴാണ് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 19 ഒക്കെ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ മേലൊക്കെ അടിച്ചു കൊടുക്കാൻ വെച്ചാൽ നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവാനും ഗ്രോത്ത് ഉണ്ടാവാനാണ് ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 100 എണ്ണമായിട്ടും 50 എണ്ണൊക്കെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓൾ കേരള ഇതുപോലെ തന്നെ അയച്ചു കൊടുക്കുന്നതാണ്. ഔട്ട് ഓഫ് കേരളയും അയച്ചു കൊടുക്കും.
സെയിലായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനെ കാണാം. ഇതാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് നല്ല പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ 2, 3, 4, 5 കളറിലേക്കാണ് ഇത് ചേഞ്ചായി വരുന്നത്. ആദ്യം വൈറ്റ് ഷെയ്ഡിലേക്ക് വരും, അതുപോലെ പിന്നെ അത് കഴിഞ്ഞാൽ ഒരു യെല്ലോ വരും, ഓറഞ്ച് വരും, ഒരു പിങ്ക് വരും, പിങ്ക് ആൻഡ് വൈറ്റ് വരും. അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഇതിൻ്റെ പെറ്റൽസ് ചേഞ്ചായി വരുന്നത്. അത് ഒരു പ്ലാന്റ് തന്നെയാണ്, ഗ്രാഫ്റ്റഡ് അല്ല, ശരിക്കും റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അതിലാണ് ഈ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അത് കുറച്ച് ലാസ്റ്റും ചെയ്യും, നല്ല വലിയ പൂക്കളാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. അതുപോലെ നമ്മളെ കയ്യിൽ അടുത്തതായിട്ട് വരുന്നത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഫ്ലെയിം റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് ഫ്ലെയിം റെഡിൻ്റെ കളർ വരുന്നത്. ഇത് ബ്രിസാർ റെഡ് ആണ്. അത് വെരിഗേറ്റഡ് ആയിട്ട്, എല്ലാവരുടെ കയ്യിലും ബ്രിസാർ റെഡ് പ്ലെയിൻ ആയിട്ടുള്ള ഉണ്ടാവും. ഇത് വെരിഗേറ്റഡ് ലീഫിലാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വെറൈറ്റീസാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഈ ഇയറിൽ ഇറങ്ങിയിട്ടുള്ളതാണ് വെരിഗേറ്റഡ് ഫ്ലെയിം. ഇത് ഫ്ലെയിമാണ്, വെരിഗേറ്റഡ് ഫ്ലെയിമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ വെരിഗേറ്റഡ് റൂബി ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ ഓറഞ്ച്, നമ്മൾ ഫയറോപ്പൽ ഓറഞ്ച്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കുക. ഇത് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ്. ബട്ടർ കപ്പിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സക്കൂറയുടെ ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സ്. അതും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുപോലെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ നല്ല ഭംഗിയാണ്. അതുപോലെ മറ്റേ പോട്ടിൽ വയ്ക്കാനും ഭംഗിയാണ്. ഇത് വെരിഗേറ്റഡ് റൂബി റെഡാണ് വരുന്നത്. ഒരുപാട് പ്ലാന്റ്സ്, നമുക്ക് കുറേ വെറൈറ്റീസൊക്കെ കഴിഞ്ഞ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സോൾഡ് ഔട്ടായി. ഇതൊക്കെ പുതിയ വെറൈറ്റീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്നും പല യൂട്യൂബേഴ്സ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഗാർഡൻ വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ടാങ് ലോങ് വെറൈറ്റി പെട്ടുള്ള പർപ്പിളാണ്. അത് നമ്മളെ കയ്യിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സുന്ദരിയാണ്. പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു വീഡിയോ അയച്ചതാണ്. മഹാറാണി ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്, വരുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത് കേട്ടോ. നല്ല ഇത്തവണ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത ഒരു പ്ലാന്റാണ് മഹാറാണി എന്നും അഡർണ എന്നും പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ്. അഡർണയുടെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് അഡർണയുടെ പൂക്കൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സിലേക്ക് ചേഞ്ചായി വരുന്ന ഒരു പ്ലാന്റാണ് അഡർണ എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലാന്റ്സും കുറച്ച് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് സെയിലിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നല്ല മൂവിങ് ചെയ്യുന്നുണ്ട്, നല്ല പ്ലാന്റാണ്. അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റുമാണ് തരുന്നത്. ഇത് വാട്ടർമെലൺ കിസസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് യെല്ലോ ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം. അധികം പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇത് അർജുന എന്ന് പറയുന്ന പ്ലാന്റ്, ഇതിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ബ്രിസാർ റെഡ് പൂത്തതാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ബ്രിസാർ റെഡ്. ഒരുപാട് സെയിലായിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഒരുപാട് സെയിലായി പോയൊരു പ്ലാന്റ് തന്നെയാണ് ബ്രിസാർ റെഡ് എന്ന് പറയുന്നത്. അഡർണ, മഹാറാണി അങ്ങനെയുള്ള വെറൈറ്റീസാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ മൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൂ വിരിഞ്ഞതാണ് നിങ്ങൾക്ക് കാണിച്ചു തുടങ്ങി. ഇതിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഇല്ല, കയ്യിലില്ല. വെരിഗേറ്റഡ് ഉണ്ട്, വെരിഗേറ്റഡ് ലീഫായിട്ടുള്ളതുണ്ട് കേട്ടോ. വിയറ്റ്നാം സ്പ്ലാഷ് അല്ലെങ്കിൽ വയലറ്റ് സെപ്റ്റംബർ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽ കട്ട് ഇതാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. ഹാങ്ങിങ് പോട്ടിൽ നമ്മളെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗാർഡൻ വേറൊരു ലുക്കാട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഫുൾ പോട്ടോട് കൂടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്യനും അതൊക്കെ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ചെയ്തിരുന്നില്ല, കുറേ റിക്വസ്റ്റ് വന്നിരുന്നു, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. DTTs ഒക്കെ ആകുമ്പോൾ നമുക്കത് പോസിബിൾ അല്ല. ഇപ്പോൾ നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അയക്കുന്ന രീതി ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ ഒരു ചെടിയും അതിൻ്റെ കൂടെ വേറൊരു മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടുള്ള മൾട്ടി കളറാണ് വരുന്നത്. ഇത് നമുക്ക് സോൾഡ് ഔട്ടായ ഒരു പ്ലാന്റാണ്, പക്ഷേ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ വയ്യ. അത്ര ഭംഗിയാണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ.
ഇത് സൂഫി ഇന്ത്യാന എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഒരു പൂക്കളാണ്. നമ്മൾ വീട്ടിൽ വിരിഞ്ഞ ഒരു പൂവാണ്. അപ്പോൾ ആദ്യത്തിലൊക്കെ ഇത് വൈറ്റ് ആയിട്ടാവും കൂടുതൽ വരിക, പിന്നെ കളറിലേക്കും വേറെ വേറെ കളറിലേക്ക് മാറി വരുന്ന ഒരു പ്ലാന്റാണ് സൂഫി ഇന്ത്യാന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. ഇത് വൈശാഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഒരു എഡ്ജൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ സുന്ദരി എൻ്റെ ഗാർഡനിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. മൾട്ടി കളറാണ്, 5 കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ചില്ലി ഐറ്റംസാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ. അപ്പോൾ അത് പൂക്കൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. ഇതുപോലുള്ള ബോക്സിലാണ് നമ്മൾ ഹാങ്ങിങ് ബോട്ടും സെറ്റാക്കിയിട്ട് അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ടീം എടുത്തിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നമ്മൾ ഒരു ബോക്സിൽ 2 എണ്ണമാണ് വെക്കുകയുള്ളൂ, കൂടുതലാക്കിയിട്ട് വെക്കില്ല. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സിലാക്കിയിട്ട് സെറ്റാക്കി അയച്ചു കൊടുക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്. ഗാർഡനിലെ ക്രിസ്റ്റീന വിരിഞ്ഞ ഒരു ഇതാണ് കാണുന്നത്. ഇത്തവണ വിരിയാൻ കുറച്ച് ഡിലേ ആയിരുന്നു. ഇപ്പോഴാണ് വിരിഞ്ഞത്. ഫസ്റ്റ് ടൈമിലൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ട് ബ്ലൂമിങ് ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ അത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ നല്ല കമൻറ്റ് ഇട്ടാൽ മാത്രമേ നല്ലൊരു ഗിഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് മറക്കരുത്. അപ്പം അടുത്തൊരു അടിപൊളി കണ്ടന്റുമായി കാണുന്നവരെ ബൈ ബൈ.